ഹലോ വി ആർ ലവ് ടു പോയിന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ ഹാപ്പി ദീപാവലി എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പൊ ഇന്ന് നമ്മള് ചെറിയൊരു വീഡിയോ ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം ഇൻട്രോ വേറൊരു സത്യം. അതെ എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രോ കൊടുക്കാൻ നിന്ന് അത്രയും ടൈം പോലും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാ. ഇരുട്ടായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മ ആ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ടൈമിലല്ല നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പേരിൽ ഇൻട്രോ കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് വൈകി പോയി. അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഇൻട്രോ കൊടുക്കുന്നത് കേട്ടോ. ഉണ്ണിമോളെ ഹാപ്പി ദീപാവലി പറഞ്ഞേ. ഹാപ്പി ദീപാവലി അത്ര ആക്റ്റീവ് അല്ല. കാരണം വെച്ചാൽ ദീപാവലിയുടെ ഇതും കണ്ടപ്പോ അതിന് അതെ അപ്പൊ ആള് ജസ്റ്റ് അടുത്ത വർഷം ചെയ്യുമ്പോൾ അതൊക്കെ ഓക്കെ ആയിക്കോളും. അടുത്ത വർഷം നമ്മൾ ബെറ്റർ അപ്പൊ ആള് കുറച്ചും കൂടെ ഓക്കെ ഉണ്ടാവും. ആള് ഒന്നുകൂടെ കുറച്ച് വലുതായി ആള് ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പ്രായമുണ്ട്. അതേ പാറമോൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ദീപാവലി ആശംസകൾ കേട്ടോ. ഫസ്റ്റ് തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതേ അമ്മൂസാണ് ബാക്കിൽ ക്യാമറമാനായിട്ടുണ്ട് ഇവിടെ. ഇപ്രാവശ്യം ഞാൻ ക്യാമറമാനാവെന്നും പറഞ്ഞ ആള് ബാക്കിലും, ഇപ്രാവശ്യം ഫ്രണ്ടിൽ വിച്ചസ് നിൽക്കുന്നു പറഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. വിച്ചസിന്റെ ഒരു പണി കൊടുത്താണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ശരിയല്ലല്ലോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരു കൊച്ചു ഷോപ്പിംഗ്, അതായത് നമ്മുടെ ഒരു കൊച്ചു ദീപാവലി സ്പെഷ്യൽ ഷോപ്പിംഗ് എന്ന് വേണം പറയാം. ഷോപ്പിംഗ് എന്ന് പറയാം. ആകെ ഒളിക്ക് പോണ്. എന്നാലും പറയണേ, നമ്മൊരു കൊച്ചു പരിപാടിയായിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കാനായിട്ട് ആദ്യമായിട്ടാണ് ദീപാവലിയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. അമ്മ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നേരെ മറിച്ചാണ് കേട്ടോ. ഇടുക്കിയിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ തന്നെ വന്നിട്ട് ചോദിച്ചു ദീപാവലി ആഘോഷമൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേ ദീപാവലിയാ അന്ന് ആഘോഷിക്കും. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയി. കാലത്ത് തുടങ്ങി അമ്മ പിന്നാലെ പറയുന്നത് ഞങ്ങൾ ഇടുക്കിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ അമ്മയും എല്ലാവരും കഴിഞ്ഞ കൊല്ലം അമ്മു എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. ചേച്ചിന് ഇന്ന് വൈകുന്നേരം അങ്ങോട്ടേക്ക് ഗുണനാക്കണം. അപ്പൊ ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചേച്ചിനൊക്കെ ഗുണനാക്കണം. അപ്പൊ അതിക്ക് മുമ്പ് നമുക്ക് ഷോപ്പിംഗും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനിപ്പറായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് മോന് അളിയൻ വാങ്ങിക്കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കിട്ടിയ ഷർട്ടും പനികളും നമ്മൾ എടുത്ത് പറയുന്നതായിരിക്കും. എന്റെ പൊന്നെ, ഇത് ഇട്ടിട്ട് ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഇത് ഊറത്തില്ല കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ട് ഇവര് ഒരാഴ്ച കഴിയാൻ സമ്മതിക്കില്ല. വെറുതെ വാങ്ങണ്ട. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് അഷ്ടഞ്ചിറയിലാണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ജസ്റ്റ് ആഘോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിരാതില്ല. അപ്പൊ ചിരാത് മേടിക്കണം, പിന്നെ കുറച്ച് സ്വീറ്റ്സ് മേടിക്കണം, പിന്നെ കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നെന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ആഘോഷമാക്കി തീർക്കാന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് അതിന്റെ ആ ഒരു പരിപാടിയിലേക്ക് നീങ്ങാം. അപ്പൊ ഞാൻ പഷ്ടഞ്ചിറയിലാണ് ഉള്ളത്. നമുക്കിപ്പോ അപ്പുറത്താണ് ഈ പറഞ്ഞ ചിരാതും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങൾക്ക് കാണിക്കാം. അപ്പൊ എന്തായാലും അപ്പുറത്തേക്ക് പോവാം. വണ്ടി ഇപ്പോൾ ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ. ലഡു, പിന്നെ അമ്മൂട്ടിയെ സ്പെഷ്യൽ ജിലേബി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കൂട്ടത്തിൽ കുറച്ച് ലഡുവും കൂടെ മേടിച്ചിട്ട് പോകണം. എന്തായാലും ഇത് മൂന്നും കുറേശ്ശെ ഞാൻ പാക്ക് ചെയ്ത് മേടിക്കുന്നുണ്ട്. പിന്നെ ഇത് കോക്കനട്ടിൻ്റെ ലഡു ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ പാക്ക് ചെയ്ത് മേടിക്കും. ഈ കാര്യത്തിൽ ചിരാതും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്, പക്ഷെ ചിരാതിൽ വയ്ക്കാനുള്ള എണ്ണ മേടിച്ചില്ല. അപ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മൾ ഇവിടേക്ക് തിരിച്ച് വന്നേക്കുകയാണ്. വീണ്ടും അഷ്ടഞ്ചിറയിലേക്ക് വന്നു. പക്ഷെ അവിടെ നിന്ന് മേടിക്കുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പൂച്ചക്കട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ബൾക്കിലാകുമ്പോൾ കുറച്ച് എന്താ പറയുക വില കുറവുണ്ടാവും. അപ്പോൾ ഇപ്പം ഇത്തിരി സേവിങ്സ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് വരല്ലേ. ഇപ്പം എന്തായാലും നമുക്ക് ഇത്തിരി കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ മുഖ്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ബൾക്കായിട്ട് കിട്ടുമ്പോൾ പൈസ കുറവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാ ലാഭം. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് എടുക്കണം. എവിടെ ചെന്നാലും ഹാപ്പി ദീപാവലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ദീപാവലിയുടെ കൂടെ ഒപ്പം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടക്കമാണ് മെയിനായിട്ട് അത്യാവശ്യമുള്ളത്. ആ സംഭവം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പടക്കം മേടിക്കണം. പടക്കമായിട്ട് നമ്മൾ മേടിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിത്തിരി, മേശപ്പൂ, ചക്രം, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതേ നമ്മൾ മേടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പടക്കം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുങ്ങളും പിന്നെ അതേപോലെ തന്നെ അമ്മുമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആ പൊട്ടിക്കുമ്പോൾ പേടിക്കില്ലേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അതൊക്കെ പടക്കങ്ങൾ ഒഴിവാക്കിയിട്ട് എന്താ പറയുക, നമ്മൾ ഈ കമ്പിത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കയറ്റി നമ്മൾ കളറാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. പടക്കം നമ്മൾ കാണിച്ചിട്ടില്ല ഇതിൽ. അത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓരോ സംഭവങ്ങൾ എടുത്തെടുത്ത് ഞാൻ ഓരോന്നും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കൈ പിടിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, കുത്തിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്തേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാടാ. ഇത് സ്ക്വാഷ് എണ്ണ കണ്ടാലോ, ദീപം തിന്നാളോ നോക്ക്. പൊരിച്ച കോഴിയൊന്നുമില്ല.
അത് കോക്കനട്ട് ലഡു ആണ്. അതിൽ കോക്കനട്ട് ലഡു ഉണ്ട്, പിന്നെ ഡേറ്റ്സിന്റെ ലഡു ഉണ്ട്. ഡേറ്റ്സിന്റെ ലഡു ഞാൻ കാണിച്ചു തരാട്ടാ. അത് തിന്നാ കൊതിയാവും. ആണോ? ടേസ്റ്റ് ഇല്ലേ അത്? അമ്മോട് തിരിപ്പെട്ടിട്ട് എന്നാ ഓരോന്ന് കഴിക്ക്. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയേണ്ടതാണ്. അതിനടാ അതെ ഒരെണ്ണം കഴിച്ചു നോക്കാമോ? അതിനടാ അയ്യോ ഇപ്പൊ മേടിച്ചിട്ട് വന്ന മന്താണ് കേട്ടോ. ഒരാളെടുത്ത് ചെല്ലക്കാത്തോട്ട്. വാവ്. അപ്പൊ ഒരു സാധനം കൂടി നമുക്ക് എടുക്കാന്നാ. ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ എടുത്തിട്ട് അതെന്തിട്ട് സാധനം എനിക്കറിയില്ല കേട്ടാ. അതെന്തിട്ടാ ബോക്സോ വെടിക്കെട്ട് പൂരങ്ങൾക്ക് തിരി കൊളുത്താനായി കമ്പിത്തിരിയോ? ഇത് മത്താപ്പൂ. കൊള്ളാം. ഇത് അടുത്ത സെക്ഷൻ കമ്പിത്തിരി പോലത്തെ സാധനം. അതെന്താ പൊതിഞ്ഞു വെച്ചേക്കുന്നെ? ഇത് മേശപ്പൂ പോലത്തെ വേറെ സാധനം. ഇനിയുണ്ടോ? ഇത് ചക്രം. മറ്റേ കിടന്ന് കറങ്ങുന്നല്ലേ? ഇത് കമ്പിത്തിരി. അയ്യോ ഇത് എന്തോരോ വാങ്ങിക്കുന്നേ. ഇന്ന് പൊട്ടിക്കുന്ന ആഘോഷം പിരിക്കാണ്. ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈശി പൂശി പരിപാടി. ഓക്കെ ഇതൊക്കെ കത്തിച്ചു വെച്ചു കേട്ടോ നേരത്തെ. സെറ്റാക്കി ഇവിടെ വെക്കാം. എല്ലാം ഉണ്ട്. ഞാനില്ല കേട്ടോ. ഓരോ നാട്ടിലും ചിലപ്പം ഓരോ രീതികളായിരിക്കും. ചിലപ്പം ഈ ഒരു ടൈമിലൊന്നും കത്തിക്കില്ലെന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ക്യാമറമാനായി. അതെ, സീറോ ഫാമിലി. കുഞ്ഞി ഇങ്ങ് പോര് ബാ. നമുക്ക് രണ്ടൊക്കെ നമ്മളുണ്ട് ക്യാമറമാൻ. ഇങ്ങ് ബാ ബാ. അവിടെ നിന്ന് ഒരാൾ വരുന്നേ ഉള്ളു കേട്ടോ. ഇല്ല. ആയ് ഞാൻ അതെ എല്ലായിടത്തും ഇന്ന് ദീപാവലി ആഘോഷിക്കുമായിരിക്കും. സിന്ധമ്മയ്ക്കൊന്നും ആഘോഷമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഒറ്റയ്ക്ക് എന്തിട്ട് ആഘോഷിക്കാൻ. അതെ ക്ഷണിക്കുന്നു. മിസ് യു. എന്തോ ആ അറ്റത്ത് കൂടെ അല്ലേ? ഇവരമ്മ ഇതിന്റെ ആൾക്കാർ. ഞാൻ ഇവിടെ കാര്യസ്ഥയായിട്ട് നിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നേരത്തെ വന്നപ്പോ ചട്ടിയിലാണ്ടായ ദൈവമേ. ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോ നാട്ടിലും ഓരോരോ രീതികളൊക്കെ ആയിരിക്കും. നമുക്കറിയില്ല. ഇത് നമ്മളുടേതായ ഒരു ഐഡിയയിൽ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഒരു വീട്ടിലും കത്തിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഇടുക്കിയിലൊക്കെ നിറച്ച് എല്ലാ വീട്ടിലും ഉണ്ടാവും. കുഞ്ഞി ഇവിടെ വാ ബാ. നമ്മള് ക്യാമറമാൻ ബാ. മഴ പെയ്ത് ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വണ്ടി കൊണ്ടിരുന്നോണ്ട് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്തായാലും നേരത്തെ ഇനി കത്തിക്കുന്ന ഭാഗം തൊട്ട് കാണിക്കാം കേട്ടോ. രണ്ടാമത്തെ ദിവസം അമ്മ കത്തിച്ചോണ്ട് വരുന്നു കേട്ടോ. ചേച്ചി ഉണ്ണിമോളും അവിടെ എണ്ണ ഒഴിക്കുന്ന പരിപാടിയിലാണ്. ഞങ്ങളുടെ വീട്ടില് 2 കൊല്ലം ഞങ്ങൾ കത്തിച്ചായിരുന്നു. അവിടുത്തെ അല്ലേ? കുഞ്ഞീന്ന് വന്നേ. അയ്യോ കയ്യിലൊക്കെ ആക്കുന്നു. കൊച്ചിനെ നോക്കിക്കോണേ, അവളുടെ കൈ പൊള്ളല്ലേ. കുഞ്ഞി അച്ഛനവിടെ കത്തിക്കുന്നുണ്ട് കേട്ടോ. ആ അല്ല
അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറയും. ചെളിക്കുണ്ടി പോയി കാലിട്ട് കേട്ടോ, ഒരു കിളി പോയ അവസ്ഥ നടക്കുക. ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് വേണം അതിന്റെ എഫക്റ്റ് മനസ്സിലാക്കണം അല്ലേ? അതെ, മേളിലും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് സാധനം കുറച്ചേ കിട്ടിയുള്ളൂ കറക്റ്റ് ടൈമിങ്ങിലേ. മേടിക്കണം, എന്നിട്ട് മൊത്തം ചെയ്യണം. ഇതായിരിക്കും ഭംഗി. ലൈറ്റൊക്കെ കെടുത്തിട്ടോ. എൻ്റെ അമ്മ എന്താ ഭംഗി, മേളിലും കൂടെ ഉണ്ടാ പൊളിയായനെ. അപ്പം കത്തിച്ച് എൻഡിങ് എത്താറായിട്ടുണ്ട്. ചേച്ചീൻ്റെ അവിടെ കത്തിക്കാറുണ്ട്. അതാ ചെയ്ത് എല്ലാം. അതെ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ പറഞ്ഞേ മുന്നേ. ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. ഹായ് ഹായ്. എവിടെ ആള് രക്ഷയില്ലടാ, കണ്ടിട്ട് എല്ലാം കൂടെ കണ്ടിട്ടേ. ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കൊല്ലം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അതെ അതെ, പെട്ടെന്ന് തീരുമാനിച്ചാണ്ട് പെട്ടെന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അറിയത്തുമില്ല എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അത് ആദ്യമേ തന്നെ പറയട്ടെ. ഒരേ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് പിറ്റേ പ്രാവശ്യം അതിനേലും ബെറ്റർ ആക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ല മുട്ടി ആൾക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാ. ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ആൾക്ക് തീ കാരണ്ട് ഭയങ്കര പേടി. അപ്പൊ എന്റെ സ്പെഷ്യൽ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ അടുത്തുണ്ട് പറട്ടെ. ആ സ്പെഷ്യൽ സാധനങ്ങൾ എന്റെ കൊണ്ടുവന്നപ്പോ ഞാൻ അത് അടുക്കളയെ കൊണ്ട് വെച്ചിട്ടോ. കത്തി പിടിച്ച് ചത്താനല്ല. വിച്ചുന്റെ ഉള്ളത് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്നിട്ട് വെച്ചത് പടക്കങ്ങളാ. പാറുണ്ട്. എന്താല്ലേ ഒരു രക്ഷയില്ല. നിങ്ങൾ ആരും ആഘോഷിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ആഘോഷിക്കണം. മനസ്സിന് വളരെയധികം കുളിർമയും ടെൻഷൻ റിലീഫും ഒക്കെയാണ്. അമ്മ അവിടെയാണ് നിക്കണേ. അമ്മുനെ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നില്ല, അവിടെ നിന്നോട്ടെ. വോ പൂച്ചി, ഇതാ പൂഞ്ചോലേന്റെ ഇടയ്ക്ക് നടുക്ക്. ഇതാ വിച്ചുതേ ആദ്യത്തെ മത്താപ്പൂ കത്തിക്കാൻ പോവാണ്. ദീപാവലി സാധാരണ നമ്മളൊക്കെ വിഷുവിനാണ് ഇങ്ങനെ മത്താപ്പൂവും കമ്പിത്തിരിയും ഒക്കെ കത്തിക്കണത്. ഈ തമിഴ്നാട് അങ്ങനത്തെ ചെന്നൈ അവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങളില് ഭയങ്കര ആഘോഷമാണ് ദീപാവലി എന്ന് പറയണത്. അച്ഛൻ അവിടെ കത്തിക്കണ്. ഹായ്. അച്ഛൻ ഒരു ചെറുപ്രായത്തിലേക്ക് പോയ പോലെ അച്ഛൻ അച്ഛൻ പടക്കം പൊട്ടിക്കില്ല എന്നാണ് അമ്മ പറഞ്ഞ പേടിയാണ്. എന്താ രസമല്ല. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത എന്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. കുഞ്ഞി ഇവിടെ പേടിച്ചിട്ട് അകത്തേറി വിളിച്ചിരിക്കുക. ഓ അതെടുക്കും അമ്മ. അമ്മ പറയുന്ന കേട്ടോ അതെടുക്കും മോളെന്ന്. ഓ എന്റെ അമ്മ, 3 എണ്ണത്തിന് ഒരു പോണക്ക് തീ കൊളുത്തിട്ട്. എന്താ രസം. തീമഴ പെയ്യുന്നോടെ കൊണ്ടിട്ടോ. ഇതൊക്കെ എന്ത് ശ്രദ്ധിക്കുന്നതല്ല ചൂ, അത് പൊട്ടിക്കാനുള്ള അഭിപ്രായത്തില.
എടേ അത് പപ്പാടെ മുണ്ടായിട്ടാ ഊട്ടയാക്കല്ലേ. എന്താ രസം. ആ പാറുവിന് ഒരു പേടിയില്ലാട്ടോ, പാറു കൂളായിട്ടിരിക്കും. കുഞ്ഞി അവിടെ കിടന്ന് നിലവിളിക്കുക. അയ്യേ നാണക്കേട് കുഞ്ഞി, നാണക്കേട്. അയ്യേ ഓക്കെ. അടുത്ത വർഷം ഞങ്ങൾ പൊളിക്കും അല്ല വെച്ചു. എനിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജായി പോയി. അതെ, ഇതൊന്നും മിച്ചം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ബാല്യകാലത്തോട്ട് വീണ്ടും കടന്നുപോയി കേട്ടോ. ആളിതാ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. അതിൻ്റെതായ ഒരു ഇതാണ്, അല്ലാണ്ട് വേറെ പേടിയൊന്നും ഇല്ല കേട്ടോ. അവിടെ വെള്ളം വന്നു തോന്നുന്നു. മാറിന്നുള്ളൂ മേ. ഓ എന്റെ ജിങ്ക് ചിക്ക് പാട്ടൊക്കെ പാടി അവിടെ നിന്ന് കമ്പത്തിൽ കത്തിക്കുക കേട്ടോ. ചേച്ചിയും പിള്ളേരും അമ്മയും അകത്തോട്ട് പോയി. എന്നാ ഭംഗിയല്ലേ പൊളി. ഒരെണ്ണം കൂടെ കത്തിച്ച് നമ്മള് കലാശക്കൊട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഇനിയുണ്ടോ? എന്താ തുള്ളക്കെന്ന് നോക്കിയേ. ഇപ്പൊ കെട്ടുപോകും. 2 പ്രാവശ്യം അങ്ങനെ വന്നു. ഇത് കഴിഞ്ഞില്ലേടേ. വിച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെ, പടക്കം പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വിച്ചുന്. വിച്ചു ഡാൻസ് കളിക്കാൻ മാറി. വിഷു ആവാൻ വേണ്ടി കാത്തിരിക്കണം വിച്ചു. ഇതുകൂടി കത്തിച്ചില്ലല്ലോ. ഒരു വിഷമം വരും. എന്താ സന്തോഷം. അത് 2 കൂടി ഉണ്ടല്ലോ. കഴിഞ്ഞോ? അതില് 2 കൂടി ഇരിക്കണം. ആ പെട്ടിയിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇത് പുതിയതെന്നോ? അച്ഛന് പേടിയാ മകതിന്ന് പറയാ. പൂജല അവിടെ നിന്ന് കൈയടിക്കും കേട്ടോ. ലാസ്റ്റ് അങ്ങനെ കലാശക്കൊട്ട് കഴിഞ്ഞല്ലേ. ഒരു ആഗ്രഹമുണ്ട്, ചിലപ്പോ വിഷ്ണുവിന്റെ അടുത്ത പിറന്നാളിന് അത് വരും. ആ സമയത്ത് ഞങ്ങളൊരു പടക്കം പൊട്ടിക്കലുണ്ട്. അതെ, അത് സർപ്രൈസ് ആണോ?
ഞാൻ ഇതിലത്തെ അതേന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് എന്താന്ന് കത്തിയിട്ടില്ല. ഈ വീഡിയോ ഒന്ന് കട്ടാക്കിയിട്ടാണ് കേട്ടോ സ്വകാര്യത്തിൽ പോയി ചോദിക്കാൻ. ആരാണ് ഈ വീട്ടിൽ കുട്ടിക്കൂറ ഇടുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മുട്ട് കണ്ട് പഠിച്ചിട്ടാണ്. വീഡിയോയിൽ ഞാൻ നോക്കുമ്പോ തിളങ്ങി നിൽക്കുന്ന അമ്മു മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇത്തിരി കളറാവണ്ടേ, അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ല. ഇൻട്രോ എടുക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ടാണ് കേട്ടാ. ആയിക്കോട്ടെ കേട്ടോ. ഉണ്ണിമോളെ ഒറ്റയ്ക്ക് ഇന്ന് കരയുന്നേ. ഉണ്ണിമോളെ വീഡിയോയിൽ കാണിക്കാണ്ടാണോ? ഉണ്ണിമോളെ വീഡിയോയിൽ കാണിച്ചാണ്ടാണോ? ഒരു ഉമ്മോത്ത എല്ലാവർക്കും ഉമ്മൊത്തൊരു ചാറ്റ പറഞ്ഞേ. ഉമ്മോത്ത് ആള് ഭയങ്കര സൈലന്റ് ആയിട്ടാ. അപ്പൊ നമ്മുടെ ഒരു ദീപാവലി ചെറിയൊരു ആഘോഷമൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അയ്യോ നമ്മുടെ ലഡുവും ജിലേബിയൊക്കെ അവിടെ വെച്ച് മറന്നടേ. ദീപാവലി സ്വീറ്റ്സിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷെ നമ്മളത് പൊട്ടിച്ച് അപ്പൊ തന്നെ കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യമായി പോയി. അപ്പൊ വേർത്ത് കൊളായി. കൊച്ചുങ്ങളെ കടന്നിട്ട് ബുദ്ധിമുട്ടായി. പിന്നെ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പടക്കത്തിന്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. ഒക്കെ മറ്റേ മത്താപ്പൂ, മേശാപ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ലാണ്ട് വയലൻസിനായിട്ടുള്ള സംഭവങ്ങളൊന്നും ആദ്യമായിട്ട് കാണുന്നത്. ആൾക്ക് പടക്കം എന്ന് പറയുന്നത് വലിയ പേടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്തിരി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് അകത്ത് പോയിട്ട് കൈയോടായിരുന്നു പടക്കം കാണിക്കുന്നത്. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ മനസ്സല്ലേ, അപ്പൊ കുഞ്ഞു മനസ്സുകളാണ്. അപ്പൊ നമ്മൾ വേദനിപ്പിക്കാതെയുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടാ. പിന്നെ വെച്ചാൽ നമ്മുടെ ദീപാവലി അടിച്ച് പൊളിച്ച് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ അത്രയും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ വേഗം പോയി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പുതിയൊരു വീഡിയോ എല്ലാവർക്കും.